വേണം അമ്മയ്ക്ക് വേണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ലോഗ്. ഒരു മെസ്സി ഡേ ഇൻ മൈ ലൈഫാണ്. മെസ്സി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മെസ്സിയാണ്. ഫുൾ വീടും കുത്തിമറിഞ്ഞ് ഒരു കണക്കിനാണ് കിടക്കുന്നത്. ഞായറാഴ്ച ദിവസം നല്ല മഴയുള്ളൊരു ദിവസമാണ്. പുറത്ത് പോകണം. കുറച്ച് ഫിഷും അതുപോലെ തന്നെ ചിക്കനും സംഭവങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യണം. ഒരു മടി പിടിച്ചൊരു സൺഡേ ആണ്. നമുക്കിത് കിളി വാങ്ങാൻ പോകാം. കിളി വാവയ്ക്ക് ലവ് ബേർഡ് വേണോ അതോ തത്തമ്മ വേണോ? പാരറ്റ് വൃത്തിയാടാക്കി കിട്ടും. ലവ് ബേർഡ് വേണം. എന്ത് വേണം? കുഞ്ഞിതാ കുഞ്ഞി കിളി വേണം. ശരി. ഇനി ഓർഗാനോ ഇടാ, ചില്ലി ഫ്ലേക്സ് ഇടാ, കഴിക്കാം. ഭാവിക്ക് എരിയും. ചില്ലി ഫ്ലേക്സ് ഇടാൻ പാടില്ല കേട്ടാ. ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ എരിയും. ഓർഗാനോ മാത്രം ഇട്ടാ മതി. പിന്നെ വേറെ പ്ലാൻ എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് കൊളാബറേഷൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യണം. പിന്നെ വാവയ്ക്ക് തത്തമ്മയും പിന്നെ അക്വരത്തിലിടാൻ മീനൊക്കെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കപ്പോൾ തന്നെ ഏകദേശം നട്ടൂച്ച ആവാറായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്ലാൻ. ഒരു സിമ്പിൾ വ്ളോഗാണ്. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് 0 എഫേർട്ട് ഇട്ടിട്ട് എടുത്ത വ്ളോഗാണ് കേട്ടോ അത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ചൂടിലിട്ട് സൂക്ഷിച്ച്. നല്ല രസമായിട്ട് അടിയിൽ ക്രിസ്പി, മുകളിൽ ജ്യൂസി, ഓൾ സോഫ്റ്റ്. തലേ ദിവസം, അതായത് ശനിയാഴ്ച, ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു കേട്ടോ. ഈ കാണുന്ന എണ്ണ എല്ലാം തലയിലും മേലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഭയങ്കര റിലാക്സിങ് ഒരു ഡേ ആയിരുന്നു. വൈകുന്നേരം ഞങ്ങൾ പുറത്തൊക്കെ പോയി ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ഒരു സിനിമ മൊത്തം കണ്ടില്ല. എണ്ണ തേച്ച സുഖത്തിൽ പകുതി എപ്പോഴേക്കും കിടന്നുറങ്ങിപ്പോയി. ബാലൻ പകുതി കണ്ടായിരുന്നു. വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അങ്ങനെ മൂഡ് തോന്നിയിട്ട് മഴയത്തൊക്കെ ഇങ്ങനെ സ്കൂട്ടിയൊക്കെ ഓടിച്ച് നല്ലൊരു അടിപൊളി സൂപ്പ് കണ്ടുപിടിച്ചു ഞങ്ങൾ. പിന്നെ പ്രോൺസ് ബിരിയാണി കഴിച്ചു. അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ നല്ല ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ ഡ്രസ്സ് ഇട്ടിട്ട് ചുമ്മാ അങ്ങനെ സ്കൂട്ടിയിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ലേറ്റായിട്ടാണ് ഉറങ്ങിയത് തലേ ദിവസം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു സൺഡേ. കാലത്ത് തന്നെ കുളിയൊന്നും നടന്നിട്ടില്ല. ഭയങ്കര ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സൺഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണത്? അച്ഛൻ ചീത്ത പറയാ. അച്ഛൻ ഇവിടെ നോക്കൂ. അമ്മ എന്താ ചെയ്യണേ? പാല് കാച്ചുന്നു, ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോണു. പാസ്ത ഇഷ്ടാണോ വാവയ്ക്ക്? പാസ്ത എവിടെ ഇരിക്കുന്നത്? നോക്കൂ, മഷ്റൂം ഒക്കെ ഇട്ടിട്ട് പാസ്ത. നിനക്ക് പേടിയാവണ്ടാ? നോക്കമ്മ പാസ്ത എടുത്ത് വെച്ചേക്കണതാ. പാസ്ത ഇന്നലെ വേവിച്ച് വെച്ചതാ. വൈകുന്നേരം ഇന്നലെ പാസ്ത വേവിച്ചിട്ട് പാസ്ത ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ചുമ്മാ പുറത്ത് പോയി റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പോയപ്പോ ഫ്രിഡ്ജിലെടുത്ത് വെച്ച പാസ്തയാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. കറിവേപ്പില ആവശ്യമില്ല. കറിവേപ്പില നമുക്ക് ആവശ്യമില്ല കേട്ടാ. കറിവേപ്പില പാസ്തയിലിട്ടാലേ അതൊരു വേറൊരു പാസ്തയായി പോവും. അതുകൊണ്ടാണ്. പുന്നെടുത്ത് പോയി വിളിച്ചിരിക്ക. നിങ്ങളെ വീടാണോ അത്? അനാ പുപ്പുന്റെ വീട് ഇതല്ല. പുപ്പുന്റെ വീട് വേറെ വീടാ. അച്ഛമ്മയുടെ വീടാണ് പുപ്പുന്റെ വീട്. ഇത് പുപ്പുന്റെ വീടല്ല. ഇതും പുപ്പുന്റെ വീടാണ്. പക്ഷെ ശരിക്കുള്ള പുപ്പുന്റെ വീട് അച്ഛമ്മയുടെ വീടാ. വാവയുടെ വീട് അമ്മയുടെ വീട്ടിലല്ലേ? അതുപോലെ
ആ പുപ്പുനെ വിടണ്ട അതന്നെ. മൈദ ഇട്ട് മഷ്റൂം കഴിച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഷെഫ് റോണിക് പറഞ്ഞു. ഇതൊക്കെ പോവും, മണ്ണൊക്കെ പോവും. അല്ല മണ്ണ് പോവും, അത് പച്ചവെള്ളം വെച്ച് കഴിയാനും പോവില്ലേ? ഒരു കൊയപ്പ് പോവല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ കാര്യം. ഞാൻ മീനൊക്കെ അങ്ങനെ കഴുകും. മീനിന് മൈദട്ട് കഴുകും നല്ലതാണ്. ചില മീനില് ശരിക്കും പറഞ്ഞ ഏട്ടൂസിന്റെ തേങ്ങയുടെ മൈദ ഈ പാല് ഇപ്പൊ ഞാൻ പെണ്ണ് തുടച്ച് വൃത്തിയാക്കി പോയത്. പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുള്ളൊരു പരിപാടിയാണ്, കലാപരിപാടിയാണ്. കാലത്ത് കഴുകി ഇവിടെ തുടച്ച് വെച്ച സ്ഥലത്ത് ഇങ്ങനെ പാലഭിഷേകം, എന്നിട്ട് പാലിങ്ങനെ ഇതിൽ ഒഴുകി 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 അവിടെ വരെ പോകും. അങ്ങനെയാണ് ഇവിടെ. നിന്റെ ഒയ്യോ നോക്കിയതു ഒയ്യോ അത് തിരിക്കോ? അങ്ങനെ റൈറ്റിലേക്ക് തിരിക്കോ? ഞാൻ വിചാരിച്ചു നീ പെട്ടുപോയതിന്റെ ഉള്ളില് മേടിപ്പിച്ചു. നീയുണ്ടല്ലേ കൂടെ, നീയുണ്ട് കുറുമ്പൻ. എന്റെ ചന്തി കാണിക്ക്, ഉപ്പിന്റെ ചന്തി കാണിക്ക്. അടിക്കും പോടാ. ഓർഡർ രണ്ടുപേരും. നീ എന്തിനാ അടിക്കണേ? നീയല്ലേ കുറുമ്പ അടിച്ചേ? പോയി പിസ്സ കഴിക്കോ? പിസ്സ കംപ്ലീറ്റ് ചെയ്യോ? നോക്കട്ടെ പിസ്സ എത്രയും. ഇതെന്താ എല്ലാത്തിന്റെ അവിടുന്ന് ഇവിടുന്ന് കഴിച്ചു വെച്ചേക്കണേ? മര്യാദക്ക് കഴിക്കോ പിസ്സ? പുപ്പുന് കൊടുക്കരുത് കേട്ടോ, വീവ് മൊത്തം ഇന്ന് കഴിക്കണം. ഓക്കെ? ആ ശരി, അമ്മ പോരാ, പാസ്ത ഉണ്ടാക്കിയിട്ട് വരാം. ഇത് നമ്മളിങ്ങനെ വീട്ടില് ഹോം മെയ്ഡ് ബർഗർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പാറ്റിയാണ് ഈ കാണുന്നത്. അപ്പം അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പാസ്തയിൽ നിന്ന് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ലെറ്റസ് ആവശ്യമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആവശ്യമുണ്ടോ? ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ശരി, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ചിക്കൻ കുറച്ച് ഇതായി പോയി, കാലയൊന്നും കറുത്തിട്ടൊന്നുമില്ല. പിന്നെ ചിക്കൻ കാലോ കേരേ തൂ ക്യൂ നെയ്തൊക്കെ പറഞ്ഞിട്ട് വേണേ ചിക്കൻ കാല കുസ്നെ ഹുവാ. ചിക്കൻ നല്ല ഗോറ ചിക്കൻ, അത് മനസ്സിലായ? ഇതിൻ്റെ ഉള്ളിൽ വെളുത്തിരിക്കും കേട്ടോ, പുറത്ത് നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു പാസ്തയ്ക്ക് പറ്റിയ ചിക്കൻ ആയിരിക്കും. ഞാൻ എന്താ പറഞ്ഞ, എനിക്ക് ഓണത്തിനും ഗണപതിക്കും ഒക്കെ ഡ്രസ്സ് സെറ്റ് ചെയ്യണം. അതൊന്നും സെറ്റ് ആയിട്ടില്ല. അടുത്ത ചോക്കനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. സോസിന് റെഡിയാവും. നമ്മളിത് മറ്റേ ഇവിടെ പോകണ്ടേ കേട്ടോ? ട്രായ നോക്കിട്ട് വരാം. ട്രായാന്ന് തന്നെയല്ലേ പ്രൊണൗൺസ് ചെയ്യുക? അത് വേറെ എന്തിനാണോ പറയാ? അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ് കേട്ടോ? നമ്മളവിടെ പോവുക, നമ്മുടെ മുടി കൺസൾട്ട് ചെയ്യും, എന്നിട്ട് മുടിയുടെ എന്താ ആക്ച്വൽ പ്രശ്നം, എന്തുകൊണ്ടാണ് മുടി ഇങ്ങനെ കൊഴിയണെന്നുള്ളവർ കണ്ടുപിടിക്കും. എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യും, എന്ത് ടെസ്റ്റാന്ന് അറിയില്ല. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞുതരും. ചിലപ്പം മെഡിസിൻ ആയിരിക്കും, ചിലപ്പോൾ സ്കാൽപ്പിൻ്റെ എന്തെങ്കിലും ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു കിറ്റ് പോലെ തരും. നല്ല പൈസ ഒന്നും തോന്നിട്ടാ, കണ്ടിട്ട് അറിയില്ല. പോയി നോക്കാം. ഞാൻ വീട്ടിലിങ്ങനെ ഓരോ ഹോം മെയ്ഡ് സാധനങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു തൽക്കാല ശാന്തി പോലെ കിട്ടാറുണ്ട്. കുറവ് തോന്നും, പക്ഷെ അതൊന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും പഴയ ചങ്ങലൻ തെങ്ങുമ്പോൾ തന്നെ. എനിക്കറിയാം പഴയ ചങ്ങലൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എന്താന്ന്? എന്താ അതെ. ഷമ്മി സൈക്കോ ഷമ്മിയാണോ നീ?
ചൈക്കോ ചമ്മിയാണോ? മീമി വാങ്ങണം, ചിക്കൻ വാങ്ങണം, മട്ടൻ വാങ്ങണം, എല്ലാം വാങ്ങണം. ഓക്കെ, മുട്ട വാങ്ങണം. മുട്ട ഇഷ്ടാണോ മാമയ്ക്ക്? എന്താ പറയണ നീ? ചോക്ലേറ്റ് കഴിച്ചോ? അതെന്താ കയ്യില്? അമ്മയ്ക്ക് തരോ? കാച്ച്. കാറ്റിൽ പോലിങ്ങോട്ട, കാറ് പോലിങ്ങോട്ട, മനത്തെ ബാലം കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഞാൻ ഉറങ്ങിപ്പോയി ഇന്നലെ. ഇപ്പൊ വേണ്ടല്ലേ? അതെയാ, ഞാൻ കണ്ടില്ലേ, ഞാൻ ഉറങ്ങിപ്പോയി. നന്നായി. എന്താ വേറൊരു സാധനം കൂടി ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. പിന്നെ അത് ഇതാ, ഇനി അത് തണുക്കുമ്പോ പിന്നെ അത് തിക്കാവും. ഇനി ആ ചീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. സോസേജ് അല്ലേ ഇങ്ങനെ ഇങ്ങനെ? ഞാൻ വിചാരിച്ച മറ്റേ റെഡ് കളർ അല്ലേ, അതാ എനിക്ക് അത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ചിക്കൻ പാറ്റി ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല അല്ലേ. ഫ്രഷ്ലി മെയ്ഡ് ചില്ലി ഫ്ലേക്സ് എരിഞ്ഞിട്ട് അണ്ടകടാഹെന്തോ സിണ്ടൻ സാധനം. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ സാധനം നമുക്ക് ഇടേണ്ടത് അല്ലേ കേട്ടോ. നമുക്ക് പാസ്തയില് ശ്രദ്ധിക്കാം, പാസ്തയില് എപ്പോഴും ടൊമാറ്റോ ആ സാധനം ഉണ്ടാക്കാം, റെഡ് സോസ് ഉണ്ടാക്കാം. നമ്മൾ പാസ്തയില് എപ്പോഴായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചത് ഞാൻ പറയണത്, മെയിനായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാണ്ട് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താ പറയുക? പാസ്ത. മനസ്സിലായില്ലേ? പാസ്തയാണ് നമ്മൾ പാസ്തയിൽ ആഡ് ചെയ്യേണ്ടത്. ടൂസിൻ്റെ പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു മീൻ കൂട്ടാൻ, നല്ല ചൊടിയുള്ള എരിവ് പുളിയുള്ള മീൻ കൂട്ടാൻ, ചോറ്, ദോശ, ചട്നി, ചായ ഉണ്ടാക്കി കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങുന്ന സമയം കഴിഞ്ഞു. എന്നിട്ട് ഏറ്റവും ഉണ്ടാക്കിയത് ഒരു പാസ്ത. പാസ്തനെ കളിയാക്കിയതല്ല, മനസ്സിലായോ? പക്ഷെ സാധനം സൂപ്പറാണ്. അത്ര സമയം എടുത്തുണ്ടാക്കിയതിൻ്റെ ഒരു ഇതായിപ്പോയി. നമ്മൾ പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ വടി പോലെയാവും കേട്ടാ. പിസ്സ പ്ലാൻ തൽക്കാലം ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കാണ്, വൈകുന്നേരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം മീൻ മാർക്കറ്റ് അല്ലെങ്കിൽ അടച്ചു പൂട്ടി അവരവർ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും. അതുകൊണ്ട് സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെച്ചോ പാസ്ത. എനിക്ക് നല്ല വൈറ്റ് കളർ, സ്റ്റാൻഡേർഡ് സാധനത്തിൽ വേണം. കുറേ മഷ്റൂമും ഇതൊക്കെ ഉണ്ട്. പാല് വെച്ചോ? മധുരമില്ല കേട്ടോ, അമ്മയുടെ പാലത്. അമ്മയുടെ പാല് വെച്ചാ ഞാൻ കുടിക്കണ പാല്. അയ്യോ, നീ എന്താ ഇട്ടിട്ടാ ഇത് ഉണ്ടാക്കിയത്? 100 ചെറുനാരങ്ങയുടെ ശക്തി കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ നമുക്ക് മീൻ വാങ്ങാം. കമോൺ, വലിയ താടിയൊക്കെ ഉള്ള മനുഷ്യനാ. ഇത് ഒരു പൊറോട്ടയ്ക്ക് 12 രൂപ. ചിക്കൻ ഗ്രേവി ഫ്രീ. കൊച്ചിന്റെ പൗഡർ എടുത്തിട്ട് ഹിമാലയ, ഞങ്ങളുടെ വീട്ടിലെ പൗഡർ, കോമൺ പൗഡർ. അവനോ അല്ലെങ്കിൽ മീൻ മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ കുളിച്ചിട്ട് പോകാൻ പാടില്ല. മീൻ മാർക്കറ്റിൽ പോകുമ്പോൾ കുളിക്കാതെ പോകണം, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുളിക്കണം, എല്ലാ കഴുകലൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയാണ്. ശരിയാ. കുളിക്കാനേ പാടില്ല. കുളിക്കാൻ അല്ല, പോയി വന്നിട്ട് കഴുകി വെച്ചിട്ട് കുളിക്കാം. എവിടെ? അച്ഛന്റെ മുകളിലൊന്നും കയറാൻ പറ്റില്ല, റോഡൊന്നും ശരിയല്ല. നോക്കോ, ചപ്പളാപ്പിളിയാ റോഡൊക്കെ. പെട്ടേട്ടാ ഇല്ല.
മഴ ഒതുങ്ങിയിട്ട് നമുക്ക് പോവാട്ടാ. I am ready. Are you ready? I am ready. ഞാൻ ഫോൺ എടുത്ത് വെച്ചാലോ? ഫോൺ എടുത്ത് വെച്ചാലോ? എത്രേ? അറിയില്ല. അത് റെഡ് കളർ, അത് യെല്ലോ കളർ. എവിടെ? അയ്യേ ഇരിക്കില്ലേ, എനിക്ക് ബോംബിൽ തനക്കുണ്ടോ? അമ്മ എടുക്കണോ? ഇത് ബോംബിൽ, ഇത് സുർമൈ അല്ലേ, ഇതായില്ല, അത് വെളുത്ത പാപ്ലെറ്റ്, അത് പ്രോൺസ്, ടൈഗർ പ്രോൺസ്. അയ്യോ ഇല്ലേ? ആണെങ്കിൽ എത്ര? ഹൈദരാബാദ് മിക്സ് നാടനും ഇത് കോഴി. कितना है? ये 50 का 3 है ना सॉरी, हाँ 50 का 3 है. 80 कम करके ഇടില്ലേ അങ്ങനത്തെ കവർ 6 എണ്ണം 100 രൂപ. വാ പിടിക്കോ? പിടിച്ചോളാം ട്ടാ. കുഞ്ഞി ബാഗ് പോലെ ഉണ്ട്, പിടിച്ചോളാം. ഭയങ്കര ഈച്ച ശല്യല്ലേ ഇത്. നോക്കേട്ടോ, ഇതെന്താ പറയാ, കോക്കം, ഇംലി, എന്തൊക്കെയുണ്ട്. ഇതിട്ടിട്ടേ മീൻ കൂട്ടാൻ വെക്കാൻ പറ്റുമോ? മീൻ കൂട്ടാൻ വെക്കാൻ പറ്റുമോ? ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ വെച്ച് വെക്കാലോ വെറുതെ. സാധനം ഉണ്ടാവോ? ഈ ബേഗ് തരും. അമ്മ വന്നിണ്ട്. അമ്മയെ കൊണ്ടുപോവോ? അമ്മ വരട്ടെ? അച്ഛനും മാവയും പോവാ. അച്ഛനും മാവയും. അച്ഛനും ഉണങ്ങി എല്ലാം സെറ്റ് ആവും കേട്ടോ. പൊട്ടിയാ? എനിക്കും കേട്ടു, പക്ഷെ അത് പൊട്ടിണ്ടാവില്ല. പൊട്ടിണ്ടെങ്കില് കുറച്ച് 4 എണ്ണം താഴത്തെ പൊട്ടിണ്ടാവത്തുള്ളൂ. അതിപ്പോ ഉണ്ടാക്കി കഴിക്കും അല്ലേ? അത് ഉച്ചക്ക് ഉണ്ടാക്കി കഴിക്കാൻ. മുട്ട നല്ലതാ, പ്രോട്ടീനാ, പ്രോട്ടീൻ പ്രോട്ടീൻ. അതെ. രമേശ് ചന്ദ്ര പാണ്ഡ്യ വിളിക്കുന്നുണ്ട്. പാണ്ഡെ. क्या हुआ? फोन नहीं उठाते हो, इतना देर से मैं लगा रहा है. अरे भैया हम तो क्या काम में थे ना. आज शनिवार रविवार है ना. കൊക്കം വേണം നമുക്ക്? കൊക്കം വേണ്ട, നമുക്ക് കുടംപുളി മതി. വറക്കാൻ റെഡി. ഇതില് മറ്റേ മീനിന്റെ മുട്ട കിട്ടിയിരുന്നു, നമുക്ക് വറുത്തെടുക്കാം. ഇത് നമുക്ക് മീൻ കൂട്ടാൻ ഉണ്ടാക്കാം. ഇത് ഫ്രൈ പ്രോൺസ് ബിരിയാണി. ഈച്ച വരുന്നില്ലേ മഴക്കാലമായിട്ട്? ഇത് പ്രോൺസ് ബിരിയാണി. ഇത് സ്ട്രിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം.
ബോൺലെസ് ചിക്കൻ കുറുമയൊക്കെ ഉണ്ടാക്കാം. ഇതും കുറുമയും ചിക്കൻ കറി ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇത്ര നേരം ഞാൻ കഴുകിയിട്ട് ഇത്ര സാധനം ഞാൻ അവിടെ കഴുകിയിട്ട് ഇത്ര സാധനം കഴുകി എന്നിട്ട് ഒരു തുള്ളി വെള്ളം അവിടെ വീണിട്ടില്ല. വന്നു ഇത് കഴുകാൻ വന്നു എന്നിട്ട് ഇവിടെ മൊത്തം വെള്ളം ആക്കിയിട്ട് ഇതിന്റെ സ്റ്റീൽ ബോഡി ഞാൻ കാണിച്ചു കൊടുക്കണ്ട നാട്ടുകാർക്ക്. നാളികേര വെള്ളം തരുമോ കുട്ടിക്ക് കുടിക്കാൻ? ഞാൻ കുടിക്കാട്ടാ, 1 മണി ഞാൻ കുടിക്കാം. വാവ്, നല്ല ഞമ്മിയ എമ്മിയൊന്നും ആവില്ല, മധുരമൊന്നും ഉണ്ടാവില്ല. നോക്ക് നമ്മൾ എന്ത് ഇതില് കിളി വേണ്ടേ നമുക്ക്? കിളി ഇഷ്ടാണോ? കരയണ്ട. അപ്പൊ ഓക്കെ, നമുക്ക് പുറത്ത് റെഡി ആയിട്ട് പോയിട്ട് കിളി വാങ്ങിച്ചിട്ട് വരാം. എത്ര കിളി വേണം വാവയ്ക്ക്? ഗ്ലീനോ? ഗ്ലീൻ കളർ കിളിയാണോ വേണ്ടേ? തത്തമ്മയാണോ ലവ് ബേർഡ് ആണോ വേണ്ടത്? ലവ് ബേർഡ് മതിയോ? തത്തമ്മ മതിയോ? ആ, സ്ട്രോബെറി പോലെ ഉണ്ട് മൂക്ക് കാണാൻ അതിന്റെ കരഞ്ഞിട്ട്. ഷാൻ ഉപ്പുനമ്മ ചീത്ത പറയാം. ഇതാരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടെ? ഇത് അടിച്ചു വരുന്ന സാധനമല്ല, ഇതെന്താ ഇവിടെ കൊണ്ടുവന്നിട്ടെ? പിന്നെ ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്? പിന്നെ ആരാ കൊണ്ടുവന്നിട്ടത്? ഉപ്പുവാ? ഉപ്പുനോട് ചോദിക്കടാ. ഉപ്പു നീയാണോ അതവിടെ കൊണ്ടുവന്നിട്ടത്? പുപ്പോ പുപ്പോ നീയാണോ അതവിടെ കൊടുത്തിട്ടത്? അടിച്ചുകോരി സൂപ്പ് ആണോ? നീ പല്ലൊക്കെ കടിക്കാൻ പറയട്ടെ വീനെ? കടിക്കാൻ പറയട്ടെ? പുപ്പ വീനെ കടിച്ചോളോ? പുപ്പുന് ചിക്കൻ കഴിക്കാം. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ശ്രേയ എന്നാണ്. ഉപ്പുടെ പേരെന്താ? ഉപ്പുന്റെ പേര് ബ്രൂണോ. നീ വേറെന്തെല്ലാം അറിയണോ? ബോളിന്റെ പേരെന്താ? ബോളിന്റെ പേര് ചിഞ്ചു. ഒരു പേരെന്താ അവനെ? ആരുടെ? അവന്റെ പേരെന്താ? അവന്റെ പേര് ഏത് വാവ? ആ ചെറിയ ബ്യൂട്ടിഫുൾ. ഇത് തൊലിയൊക്കെ ഉണ്ടല്ലോ, അപ്പം കൂടെയൊക്കെ ഉണ്ടല്ലോ നാളികരത്തില്. നേരം പിസയ്ക്ക് നമ്മൾ ഇടാൻ വിചാരിച്ച സോസേജ് അൺഫോർച്ചുനേറ്റ്ലി വാവയുടെ ചിക്കൻ റൈസിന് പോയി. സോസേജ് ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിക്കുന്നത്. ഫുഡ് ഓക്കെ വാവ? Come on. എവിടെ ഇങ്ങനെ വൃത്തിയോട് കളിച്ച് വെച്ചേ? നോക്കിയ ടിഷ്യൂ അവളെന്നെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അത് മിക്കവാറും. പിസ്സ കഴിഞ്ഞാ? അതെ വാവയ്ക്ക് വേറെ പുതിയ ഫ്രഷ് സോസേജ് ഫ്രൈ ചെയ്തിട്ട് വൈകുന്നേരം പിസ്സ ഉണ്ടാക്കി തരാം. ഇപ്പൊ എന്താ ഉണ്ടാക്കിക്കണേന്ന് അറിയോ? ഇത് നോക്കോ, ഫ്രൈഡ് റൈസ്. അത് ഒന്നാം പാൽ എന്തടി? എന്തിനാ കറിയണ? വൈകുന്നേരം ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ പിസ്സ? ഇപ്പൊ വേണ്ട. വിയോ ഇവിടെ നോക്കോ അമ്മ എന്താ ഉണ്ടാക്കണേന്ന്. അമ്മ എന്താ ഉണ്ടാക്കണേ നോക്കോ. ഇതെന്താ അറിയോ? ഇത് ഒന്നാം പാൽ. അത് ഒന്നാം പാൽ. നോക്കൂ ഒന്നാം പാൽ എങ്ങനെ ഉണ്ടാക്കുക. ഫിഷ കാണില്ല? ഫിഷ വൈകുന്നേരം ഉണ്ടാക്കി തരാം. അത് അടച്ചു വെച്ചതല്ലേ, വൈകുന്നേരം ഉണ്ടാക്കി തരാം. പ്രോമിസ്. പക്ക തരാം വൈകുന്നേരം. പക്ക തരാട്ടാ വൈകുന്നേരം. എന്തെടുത്തരണ്ടേ? ഫിഷ് അത് കേടായി, അത് പൊട്ടിപ്പോയി. വൈകുന്നേരം വേറെ ഉണ്ടാക്കിയരാം.
രണ്ടാം പാൽ പറയൂ. രണ്ടാം പാൽ. ഇങ്ങനെ പച്ചമാമ്പ് കഴിക്കണം. എരി വേണ്ടിക്കാനാ? മതി മതി. താങ്ക് യു. കൂടെ എടുത്തോ. തത്തമ്മേനെ ഇതിന് കൊണ്ടല്ലോ ടാങ്ക്. മാവയ്ക്ക് ഭയങ്കര ഇഷ്ടാ ബൈക്ക്. നമുക്ക് വാങ്ങാണ്ട ബൈക്ക്. ഓക്കെ കയ്യണ്ട. മാവയ്ക്ക് തത്തമ്മ വേണ്ടേ? അപ്പൊ അപ്പൊ നീയല്ലേ പറഞ്ഞ തത്തമ്മ വേണമെന്ന്. ശരി മോളെ, ഒന്നും വേണ്ട കേട്ടോ. മാവയ്ക്ക് ഒന്നും തരുന്നില്ല കേട്ടോ. ഓക്കെ. നമ്മളിന്നൊരു വെറൈറ്റി പിടിച്ചിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കുർല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ ഈ ഭയങ്കര കളക്ഷൻസ് ആണ് അത്ര മീനിനും അതുപോലെ തന്നെ കിളികൾക്കും അങ്ങനത്തെ പെറ്റ് വളർത്തുമൃഗങ്ങൾക്കൊക്കെ ഭയങ്കര കളക്ഷൻസും വെറൈറ്റീസും ഉള്ള സ്ഥലമാണ് ഇത്ര. കാര്യം പെട്ടെന്ന് പോകാനും വരാനൊക്കെ സംഭവിച്ചു. പക്ഷെ എനിക്ക് സ്ഥലം എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ലൈക്ക് ഭയങ്കര മഴയൊക്കെ ആയിട്ട് ആകെ ചപ്പളാപ്പിളി, ഹൈജീനും എനിക്ക് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സ്ഥലം. പക്ഷെ പോയ കാര്യം ആ ഒരു കളക്ഷൻസ് അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മുംബൈ ഇല്ലേ, ആക്ച്വൽ മുംബൈ, ട്രെയിനിൻ്റെ തിരക്കും അങ്ങനത്തെ മുംബൈ, അത് ഞാൻ കണ്ടു. ആ ആൾക്കാർ, ആ ഒരു കാര്യങ്ങൾ എല്ലാം കണ്ടു. ഭയങ്കര പുളുപ്പുളു. അതെ ബ്ലൂബെറി ഉണ്ട് അപ്പുറത്ത്. ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും വെറൈറ്റീസൊക്കെ. അതിനകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, സ്മെല്ലടിച്ചിട്ട്. മഴക്കാലം കൂടി ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ടാർഗറ്റ് ഫിക്സ് ആയിരുന്നു. നമുക്കൊരു യെല്ലോ കിളിയും വേണം, ഒരു ബ്ലൂ കിളിയും വേണം, ലവ് ബേർഡ്, പിന്നെ ഒരു 5-6 മീനും വേണം, 2 സക്കറും വേണം എന്നുള്ളൊരു വെൽ പ്ലാൻഡ് ആണ്. വെറുതെ തുറന്നിട്ടേ കറിയിൽ എടുത്തുണ്ടല്ലോ അല്ലേ. ഒരു മറ്റേ നമ്മള് വറുത്തിരിക്കണ പോലത്തെ മീനത് അല്ലേ. നല്ല രസമുണ്ട് എനിക്ക്. ഇങ്ങനത്തെ കണ്ടിട്ടേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതിടാൻ പറ്റുമോ? വെച്ചിടാൻ പാടില്ല. ആരുണ്ടല്ലേ നല്ല കക്കിറച്ചി. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് പാരറ്റ് അല്ലേ? ഇതെല്ലാം ഇഷ്ടമാണ്. ഡോളർ. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ് അല്ലേ? ഇത് ഫിഞ്ചസ്. ഇത് നോക്കടാ വ്യൂ. ഇത് നോക്ക്, ഇത് നോക്ക്. അത് പക്ഷേ ഭയങ്കര ക്ലീനിക്കാണ്. നമ്മുടെ കൂടെ ഇരിക്കോ? ഇല്ല, ഇരിക്കില്ല. തിളങ്ങണോ അതിനെ? തിളങ്ങണോ അത്? ഇത് വേണ്ട. പക്ഷെ ഇത് കളർ വേറെ ഡാർക്കാ. എനിക്കിഷ്ടമായത് ഇങ്ങനത്തെ സാധനം ഇഷ്ടമായി. തിളങ്ങണം. ഇത് ഡോളറാ. ഇത് മതി. ഇത് മതിയാ. കളർ 2 വാങ്ങാം. ഇത് ബിഗ് ഫോയിൽ 2 വാങ്ങാം. പിന്നെ ഓസ്കാർ 2 വാങ്ങാം. हो गया है क्या? एक शक्कर डाल देना. एक शक्कर.
ആ അത് ഡാർക്ക്. പക്ഷെ സക്കറിന്റെ കളർ പോലെ അടിച്ചെടുത്താലോ പറഞ്ഞ കളർ മാറും. കളർ മാറും. നിങ്ങൾ നോക്കിക്ക. നമ്മുടെ മീനത് നമ്മുടെയാ. നമുക്ക് വീട്ടിൽ കൊണ്ടുപോട്ടാ. ഹലോ അത് കീറി പുറത്തു വന്ന് എന്ത് ചെയ്യും? കിളിയുണ്ട്. ശബ്ദം നോക്കൂ. ശബ്ദം എന്തോ കിട്ടിയാ? അയ്യോ കേക്കാൻ പറ്റണ്ട ശബ്ദം. മീനാ നമുക്ക് വീട്ടിൽ പോയിട്ടാ. വീട്ടിൽ പോയി കാണിച്ചു തരാം. വീട്ടിൽ പോയി കാണിച്ചു തരാം. എന്താ കണ്ടോ? കിട്ടിയാ? ആനങ്ങണ്ട അങ്ങനെ ഇട്ട് കുലിക്കരുത്. അതിനിട്ട് കുലുക്കി നോക്കാം. ഈ നോക്കണ നല്ല കളറല്ലേ? എനിക്ക് യെല്ലോ കൂടുതൽ ഇഷ്ടമായി. येलो मेरे को बहुत देख के लगा था उसको. നല്ല ലൈറ്റ് യെല്ലോ കളർ, ലെമൺ യെല്ലോ കളർ. അടിപൊളി. ഇത് കുട്ടുമ്പോ കുട്ടു സൂപ്പർ ഇട്ടല്ല ആ പാട്ടല്ലേ? ഫിഷ് വരൂ. ഇറങ്ങാ ഹെൽപ്പ് ചെയ്യും. തേടിയ തീരം ഇനി ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് അവൾക്ക് ഇടുന്നില്ല, നമുക്ക് മുകളിൽ പിന്നെ ഇടാം.